ഡിഫെൻഡിങ് ആണ്. 1 vs 1, 2 vs 2 ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ഡിഫെൻഡിങ്ങിൻ്റെ എന്താണ് ബേസിക് ടെക്നിക്കുകൾ, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. റെഡി റെഡി. മുജിദ സ്റ്റോപ്പർ ബാക്കിൽ പോ, അല്ല മുജിദ ഡിഫെൻഡർ പോ. ബോൾ മാറ്റി ഗേസ്, ബോൾ മാറ്റൂ. റെഡി. യാസർ പ്ലേ ഓൺ. 2 മിനിറ്റ് ആട്ടോ. പ്ലേ ഓൺ. യാസർ മാത്രമേ ഉള്ളൂ. അജ് മാത്രമേ ഉള്ളൂ. കളിച്ചോ. 1 vs 1 ആണ്. കളിച്ചോ. അഗെയിൻ വന്നോ. പ്ലേ ഓൺ. യെസ്, ഗുഡ് ഡിഫെൻഡിങ്. വായോ, ബോൾ അങ്ങോട്ട് വരട്ടെ. എന്നാ നെക്സ്റ്റ് ബോൾ വായോ. പ്ലേ ഓൺ. മുജിതപ്പ ഇങ്ങനെ ക്ലോസ് ചെയ്യും. മുജിതപ്പ ഇത്ര ഗ്യാപ്പ് കൊടുക്കല്ലേ, അവനെ മടക്കി പോവില്ലേ. റെഡി അഗെയിൻ. പ്ലേ ഓൺ. യെസ്, ഗുഡ് വൺ. അഗെയിൻ നെക്സ്റ്റ് ബോൾ വായോ. ഒന്ന് ഉഷാറായി കളിക്ക്. റെഡി, ചേഞ്ച്. സുലൈമാൻക്കും മുബഷിറും പോ. രണ്ടാം സ്റ്റോപ്പറിൽ പോ. സ്റ്റോപ്പറല്ല, ഡിഫൻഡേഴ്സാ. മുസ്തഫ ചേഞ്ച്. യാസിർ വാ. യാസിറും സുലൈമാൻക്ക് സ്റ്റോപ്പറിൽ ഡിഫൻഡറാ. മുസ്തഫ ചേഞ്ച്. യാസിറും മറ്റേ ബെനും പോട്ടെ. മുഹമ്മദും റെഡി. ഇപ്പോൾ സുലൈമാൻക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞടക്കല്ലേ. പോട്ടെ. അടുത്ത് കയറാം. ക്ലോസ് ചെയ്യണം. റെഡി. പ്ലേ ഓൺ. റെഡി. പ്ലേ ഓൺ. റെഡി. നെക്സ്റ്റ് ബോൾ. കളിച്ചോ. ബോൾ അവിടെ ഉണ്ടല്ലേ, കളിച്ചോ. ഗോൾ കീപ്പർ റെഡി. മുസ്തഫ നോക്കുക. സുലൈമാൻക്ക് ചേഞ്ച്. പോട്ടെ. പ്ലേ ഓൺ. ചെല്ലു മുസ്തഫ. ക്ലോസ് ചെയ്താ തന്നെ. ക്ലോസ് ചെയ്യും. ഗുഡ്. ഇങ്ങോട്ട് അടുത്തോ. ഇവൻ്റെ കയ്യിൽ ബോളാകുമ്പോഴേ ഈ ക്ലോസ് ചെയ്താൽ മുസ്തഫ ഇങ്ങോട്ട് അവ അവിടെ നോട്ടെ. സുലൈമാൻക്കേ ഇപ്പോൾ 2 ആൾ കളിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ മുബഷിർ അവിടെ ക്ലോസ് ചെയ്തു. ഇതൊന്നുകൂടി ഇറങ്ങിന്ന ഇത്ര ഗ്യാപ്പ് കൊടുത്താൽ എന്തുണ്ടാകുക? ഗ്യാപ്പ് കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അവൻ മടക്കും. ഇപ്പം അവന് ഇത്ര സ്പേസ് കിട്ടിയാൽ എന്ത് ചെയ്യും? അവൻ മടക്കിയിട്ട് പോകും. അവൻ ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവനൊന്നില്ലെങ്കിൽ ഈ ഓപ്ഷനാണ് വരിക. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ, മറ്റേത് നമ്മൾ ഇത്ര വിട്ട് നിന്നിട്ട് അവൻ മടക്കുമ്പോൾ നമുക്ക് റീച്ചിൽ കിട്ടൂല. പോകും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും വിട്ട് കൊടുക്കരുത്. മുബഷിർ ക്ലോസ് ചെയ്തു. മുസ്തഫ എന്ത് ചെയ്യുക? ഇവിടെ വന്ന് നിൽക്കുക. ക്ലോസ് ചെയ്തു. ഇവിടെ നിൽക്കുക. ഇവൻ്റെ കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് വിചാരിച്ചോളി. ഇവിടെ നിന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബോൾ പോകും. അപ്പോൾ ആര് പോകും? യാസർ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് ഇവിടെ നിന്നു ഈ സാധനം പോകില്ല, ബോൾ പോകില്ല. ഇനിയിപ്പോൾ അഥവാ മമ്മദ് അങ്ങോട്ട് തന്നു. മമ്മദ് അങ്ങോട്ട് കൊടുത്താൽ എന്തുണ്ട്? വരാൻ സമയമുണ്ട്. ഇവൻ്റെ അടുത്ത് വരാൻ സമയമുണ്ട്. അല്ലേ, ഇതിവിടെ ഇറങ്ങി നിൽക്കണത് ഈ ബോൾ പോവാതിരിക്കാനാണ്. ഈ ബോൾ പോയാൽ ഇതിനെ ഓടും, പോവും. ഇവൻ്റെ കൂടെ നിന്നാൽ ഇതിനെ ബോൾ പോകും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ലൈന് കട്ട് ചെയ്തു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് കൊടുത്താൽ ഇക്ക് സമയമുണ്ട്. ആരിറങ്ങി വരും? മുബഷിർ. എൻ്റെ പാർട്ണർ ഇറങ്ങി വരും. ആരാണ് എൻ്റെ പാർട്ണർ? മുബഷിർ. അവിടെ ഇറങ്ങി വന്നാൽ പിന്നെ പിന്നെയുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കുമ്പോൾ അവ അങ്ങോട്ട് പോകും, ഞാൻ ഇറങ്ങിക്കും. ഒരാൾ പോയി പ്രസ് ചെയ്താൽ അടുത്ത ആൾ സപ്പോർട്ടിന് വരണം. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ എത്ര വെറുതെ പിന്നെ ഈ മുബഷിർ വെറുതെ കാലിടും ചെയ്യരുത്. ഡിഫൻഡർ പറഞ്ഞാൽ ഭയങ്കര സമാധാനമുള്ള ആളാവണം. ഇത് വെറുതെ കാലിട്ട് അവൻ മടക്കാണ്ട് പോകും. അപ്പം അതൊക്കെ നോക്കിയിട്ട് അവൻ എപ്പോഴാണോ അവൻ മിസ്റ്റേക്ക് ചെയ്യണ് അപ്പോൾ മാത്രമേ കാലിടാൻ പാടുള്ളൂ. ഓക്കെ, വെറുതെ കാലിട്ടാൻ പോകും. അത് ശ്രദ്ധിക്കണം. റെഡി. പ്ലേ ഓൺ.
മുസ്തഫ മുസ്തഫ കേട്ടിട്ട് ആ ഗുഡ് വൺ മുസ്തഫ ഗുഡ് വൺ അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ പോയിക്കോ ഗുഡ് വൺ ഗുഡ് യെസ് ഗുഡ് ഡിഫൻഡ് ഓക്കെ അത് തന്നെ കേട്ടോ സംസാരിക്കണം കേട്ടോ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ് ഗുഡ് വൺ ഓക്കെ ഞാൻ ബോൾ എടുത്തോ എടുത്തോ മുസ്തഫ കയറ്റിയെടുക്കണ്ട അത്ര ഗുഡ് വൺ യെസ് ഗുഡ് ഡിഫൻഡ് ഓക്കെ പ്ലേ ഓൺ കാലിടല്ലേ യെസ് ശരി ബഷീറേ ക്ലോസ് മുസ്തഫ ഇതാണ് അഗൈൻ മുബഷിറവിടെ മുബഷിറിൻ്റെ ബോള് അത് മുബഷിറിൻ്റെ എല്ലാം അമ്മേൻ്റെ ബോള് ആ മുബഷിർ ക്ലോസ് ചെയ്തു ഇവിടെ ഇട്ടിട്ട് എന്താ കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോൾ അവിടുന്ന് അതേപോലെ മടക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഗോളോ ഇവിടേക്ക് ഇട് അത് നേരെ മറിച്ച് അവൻ മടക്കി വന്നാലും എനിക്ക് പോകാം ഇവിടെ കൊടുത്താലും എനിക്ക് പോവാം ഈ രണ്ടിലും ആക്കിയിട്ട് ഇടണം നേരെ മറിച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഈ ബോൾ ഇതിനെ പോയാൽ സാധനം ഗോളാവും മമ്മദ് ആ ബോൾ മടക്കി അത് ആരെടുത്ത് ബാദുലെടുത്ത് ആ നേരെ മറിച്ച് മമ്മദ മടക്കിയാൽ എനിക്ക് പെട്ടെന്ന് അടുത്തേക്ക് ചെല്ലാം മനസ്സിലായോ ഓക്കെ റെഡി ചേഞ്ച് സാഫിയായോ റാബി സാഫിയൊക്കെ പോയോ മുജിത്തപ്പായോ സുലൈമാൻക്ക വരും മുജിത്തബിയും കട്ട് ചെയ്തോ ഇനി അടുത്തെടുത്താൽ മതി